ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മൂവ് ഓൺ ആയി കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരികെ വന്നിട്ടുണ്ടോ? അങ്ങനെ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ നിങ്ങൾ മൂവ് ഓൺ ആയി എന്ന് അറിയുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഇഷ്ടം കാരണം മാത്രമായിരിക്കില്ല, അതിന് പല റീസൺ ഉണ്ടായിരിക്കും. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിലേക്കുള്ള ആക്സസ് കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നല്, ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ തിരികെ വരുന്ന ആളുകളുണ്ട്. ഇതൊരിക്കലും സ്നേഹം കൊണ്ടൊന്നുമല്ല. ചില ആളുകൾ ഇങ്ങനെ തിരികെ വന്നിട്ട് പറയില്ലേ, ഇഷ്ടമൊന്നും പണ്ടത്തെ പോലെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും താല്പര്യമില്ല, പക്ഷെ നിന്നെക്കുറിച്ച് എനിക്കൊന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നീ ഓക്കെ ആണോ അല്ലേ എന്നുള്ളതൊക്കെ എനിക്ക് അങ്ങനെ അറിയണം. ആ ഒരു ആക്സസ് അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലൈക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ആക്സസ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതൊരിക്കലും സ്നേഹം കൊണ്ടല്ല, അത് അവരുടെ ഈഗോ ഹേർട്ട് ആവുന്നതുകൊണ്ടാണ്. സോ നിങ്ങളുടെ ലൈഫിലേക്കുള്ള ആക്സസ് കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. ഒന്നാമത്തെ പോസിബിൾ ആയിട്ടുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ പല ആളുകളും നിങ്ങൾ മൂവ് ഓൺ ആയി എന്നറിയുന്ന സമയത്ത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു റീസണ് സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കേസാണ്, നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയി മാറുന്ന സമയത്ത് തിരിച്ചു വരുന്ന ഒരു കേസ്. പലപ്പോഴും ഈ നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യമാണ് വർക്ക് ആവുക. ലൈക്ക് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ആക്സസ് കുറയാണ്, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുന്നില്ല, ഫോൺ കോൾ ചെയ്യുന്നില്ല, അവരെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ഓൺ ആവുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, അവർ ഓക്കെ ആണോ, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു മിസ്റ്ററി അവരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി വരും. ഈ ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടും ഒരു അട്രാക്ഷൻ ആയി മാറും. ഇങ്ങനെയാണ് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്ന സമയത്ത് ആ വ്യക്തി തിരികെ വരുന്നത്. നിങ്ങൾ ബ്രേക്കപ്പ് അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങളെ കുറിച്ച് എല്ലാം ആ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, അവരുടെ ലൈഫിലേക്ക് ആക്സസ് ഉണ്ട്, അല്ലെ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയി മാറുന്ന സമയത്ത് ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് ഷട്ട് ഡൗൺ ആവുകയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വരും, അത് അട്രാക്ഷൻ ആയി മാറും. സോ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ് പലപ്പോഴും നിങ്ങൾ മൂവ് ഓൺ ആവുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഒരു റീസൺ. ഇനി മൂന്നാമത്തെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചില ആളുകൾക്ക് ഈഗോ ഹേർട്ട് ആവുന്ന സമയത്ത് തിരികെ വരുന്നതാണ്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഫ്രീ സപ്ലൈ ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിക്കുന്നു, അവരെ കുറിച്ച് കെയർ ചെയ്യുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, ഇങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ സപ്ലൈസും അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. പിന്നീട് ഒന്നും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതില് ഈഗോ ഹേർട്ട് ആവുന്ന ആളുകളുണ്ട്, അങ്ങനെ തിരികെ വരുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ലവ് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തിരികെ വരുന്നതൊന്നുമല്ല. ഇനി ചില കേസുകളിൽ ഞാൻ പോകും എന്ന് പറയുന്ന കേസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മൂവ് ഓൺ ആകും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ആക്ച്വലി മൂവ് ഓൺ ആകാൻ സാധിക്കാത്ത ആളുകളും ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആവുന്ന ആളുകളുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിചാരിക്കുകയാണ് അവരൊരിക്കലും മൂവ് ഓൺ ആകില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് മൂവ് ഓൺ ആവുകയും ചെയ്തു. അങ്ങനെ ആവുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ തിരികെ വരുന്ന ആളുകളും ഉണ്ട്. കാരണം പോകും എന്ന് പറയുന്ന സമയത്തും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ ആക്ച്വലി മൂവ് ഓൺ ആവുന്ന സമയത്ത് അപ്പോഴാണ് അവർക്ക് ആ റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതോ എനിക്ക് ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ അതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യം അവർ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലായിരിക്കും. സോ ആ ഒരു റിയലൈസേഷൻ കിട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് തിരികെ വരുന്ന ആളുകളും ഉണ്ട്. സോ നിങ്ങൾ മൂവ് ഓൺ ആയി കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ ആ വ്യക്തി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും വളരെ കറക്റ്റ് ആയിട്ട്, അതായത് നിങ്ങളോടുള്ള സ്നേഹം കാരണം റിലേഷൻഷിപ്പിലേക്ക് വേണം, അല്ലെങ്കിൽ പാച്ചപ്പ് വേണം എന്ന് പറയുന്ന, ജെന്യൂൻ ആയിട്ട് പറയുന്ന കേസുകളും ഉണ്ട്. ഇതേപോലെയുള്ള റീസൺസ് കാരണം റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്ന ആളുകളും ഉണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ റീസൺസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്